ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യയുടെ ഗർഭനാടകമൊക്കെ പൊളിഞ്ഞു കേട്ടോ. എങ്ങനെയെങ്കിലും നവ്യനെ ഇവിടെ നിന്ന് അടിച്ചിറക്കണമെന്ന് ആഗ്രഹിച്ച് പഠിച്ച പണി 18 പയറ്റിയിട്ടും അമ്മയ്ക്കും മോനും, അതായത് നമ്മുടെ ജലജയ്ക്കും അഭിക്കും നമ്മുടെ നവ്യനെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എല്ലാത്തിനും ഇടങ്ങേറായിട്ട് നമ്മുടെ നയനയും അതുപോലെ തന്നെ മുത്തശ്ശനും ഒക്കെ ഉള്ളിടത്തോളം കാലം ഇവളെ എന്തായാലും നമുക്ക് അടിച്ചിറക്കാൻ കഴിയില്ല. എല്ലാവരും ഇവളെ വെറുത്തുകൊണ്ട് ഇവളെ ആട്ടിപ്പായിക്കണം, അതേ ഇനി നടക്കുകയുള്ളൂ, അതിന് കാര്യമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ നവ്യയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെയുള്ള നവ്യയുടെ സ്റ്റിൽസൊക്കെ നമ്മുടെ അഭി കാണാനിടയാകുന്നത്. അത് വെച്ച് എങ്ങനെയെങ്കിലും ഒരു കളി കളിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നവ്യയുടെ ആ ഫ്രണ്ടിനെ പോയി കാണുകയും, അതായത് ഒരു ഡോക്ടർ ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഫ്രണ്ടിനെ പോയി കാണുകയും അങ്ങനെ സംസാരിച്ച് ആ ഫ്രണ്ടിനെ തൻ്റെ വരുതിയിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒപ്പിക്കാൻ കേട്ടോ. അവർ നല്ല നല്ല ചങ്ക് കൂട്ടുകാരായിരുന്ന സമയത്തുള്ള ഫോട്ടോസും അവർ രണ്ടുപേരും ഇന്നലെ അടുത്തിരിക്കുന്നതും അങ്ങനെയുള്ള കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. അതായത് അഭി അറിയാത്ത രീതിയിൽ അതൊക്കെ അയച്ച് വീട്ടിലേക്ക് എല്ലാവരും കാണത്തക്ക വിധം അതൊക്കെ പാഴ്സൽ അയക്കുന്ന പോലെ അയക്കുകയും അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും അത് കാണുകയും അതങ്ങനെ നവ്യനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഫ്രണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനെ അതിൽ നിന്നും എല്ലാം നമ്മുടെ നവ്യനെ അതിവിദഗ്ധമായിട്ട് തന്നെ എല്ലാവരുടെ മുമ്പിൽ നിരപരാധിത്വം തെളിയിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ നവ്യയ്ക്ക് ആകെ ഭയമാണ്. കാരണം ഈ ഫ്രണ്ട് നവ്യനെ വിളിച്ച് ബ്ലാക്ക് മെയിലൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ആലോചിച്ചിട്ട് നവ്യ ആകെ ഉള്ളിൽ നല്ല ഭയത്തോടെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് അങ്ങനെ നമ്മുടെ അഭിയാണെങ്കിലും വീട്ടുകാരെല്ലാവരും ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണല്ലോ കാണുന്നത്. എന്തായാലും പ്രശ്നം രൂക്ഷമാക്കിയില്ലെങ്കിൽ കാര്യങ്ങൾ വഷളാക്കും. ഇനിയും ഇവളിവിടെ നിന്ന് പോയെങ്കിൽ ഇനി ജീവിതകാലം മുഴുവൻ ഈ കുരിശിനെ ഞാൻ തന്നെ ചുമക്കേണ്ടി വരും. അതെന്തായാലും ഒരിക്കലും സാധിക്കില്ല, അതിനൊട്ട് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് അഭിയും ജലജയും കൂടെ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അഭിയാണെങ്കിൽ കുടിച്ചിട്ട് വീട്ടിലേക്ക് ലെഗ് കെട്ട് കയറി വരികയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ നവ്യ കാരണം തൻ്റെ ജീവിതം പോയി, നവ്യ മറ്റൊരുത്തൻ്റെമായിട്ട് കറങ്ങി നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ തെളിവുകൾ വീട്ടുകാരെ എല്ലാവരെയും കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നവ്യനെ പിടിച്ച് വലിച്ച് പുറത്താക്കുകയാണ് കേട്ടോ അഭി. എന്നിട്ട് പറയാണ്, ഇനി ഒരിക്കലും ഇവർ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എൻ്റെ ജീവിതം തന്നെ തൊലച്ച് കളഞ്ഞു. ഇവളെ ഞാൻ സ്നേഹിച്ചായിരുന്നു, പക്ഷേ ഇവള് മനസ്സിൽ മറ്റൊരാളെ കൊണ്ട് നടക്കുകയാണല്ലോ. നിങ്ങളെല്ലാവരും കണ്ടത് ഇതാ ഇവളുടെ കാമുകൻ തന്നെ എന്നോട് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ നയനയും അതുപോലെ തന്നെ ആദ്യം കൂടെ കാമുകനെ തേടി പോവുകയും എന്താണ് സത്യാവസ്ഥ എന്നൊക്കെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മുടെ അഭി ഈ നീക്കങ്ങളൊക്കെ മനസ്സിലാക്കി അഭി വിദഗ്ധമായിട്ട് തന്നെ അതിൽ നിന്നുമെല്ലാം രക്ഷപ്പെട്ടിരുന്നു കേട്ടോ. അങ്ങനെ പിന്നീട് നമ്മുടെ നവ്യനെ പിടിച്ച് വലിച്ച് അഭി പുറത്താക്കുമ്പോൾ നവ്യ തല കറങ്ങി വീഴുകയാണേ. അങ്ങനെ തല കറങ്ങി വീഴുമ്പോൾ നമ്മുടെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നവ്യ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാണ്. അങ്ങനെ എല്ലാവർക്കും ആ ഒരു സമയത്ത് നവ്യയോട് ഒരു സിമ്പതിയും ഒരു അനുകമ്പയും ഒരു സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ട്. കാരണം അനന്തപുരിയിലെ ആദ്യത്തെ വാരിസാണല്ലോ. ആദ്യം നവ്യ ഒന്ന് പറ്റിച്ചെങ്കിലും ഇപ്പോൾ നവ്യയ്ക്ക് യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുകയാണെന്ന് അറിഞ്ഞ് എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ പിന്നീട് ഇത് കാണുമ്പോൾ അപ്പിക്ക് മനസ്സിലായി എല്ലാവരും ഇനി ഒരു അനുകമ്പ ഭാവത്തോടെ ഇവളെ നോക്കും, എന്തായാലും കാര്യങ്ങൾ വഷളാകുന്ന ലക്ഷണമാണ് എന്ന് പറഞ്ഞിട്ട് ഇതെൻ്റെ കുഞ്ഞല്ല, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല, ഇത് അവൻ്റെ കുഞ്ഞാണ്, എൻ്റെ കുഞ്ഞല്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നവ്യ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. കാരണം അത് ആ ഒരു വാക്ക് അഭിയിൽ നിന്നും ഒരിക്കലും നവ്യ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മുടെ നവ്യ പറയുന്നുണ്ട്, അഭി ഇത്രയും കാലം ഞാൻ നിന്നെ സ്നേഹിച്ചു, ഞാൻ ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, നിന്നെ സ്നേഹിച്ചു എന്നൊരു തെറ്റ്. നിൻ്റെ കൂടെ ജീവിക്കാനും നിന്നെ അത്രമാത്രം ഞാൻ സ്നേഹിച്ചത് കൊണ്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ആദ്യത്തെ നാളുകളിൽ ഞാൻ കള്ളം പറഞ്ഞു. അത് നിന്നോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ നീ എൻ്റെ വയറ്റിൽ വളരുന്ന നിൻ്റെ കുഞ്ഞിനെ നിൻ്റെ അല്ല എന്ന് പറഞ്ഞില്ലേ, അതോടെ ഞാൻ തകർന്നു പോയി. ഞാൻ ഏത് വിധേന വേണമെങ്കിലും ഞാൻ തെളിയിക്കാം ഇത് നമ്മുടെ കുഞ്ഞ് തന്നെയാണെന്ന്. കുഞ്ഞൊന്ന് ജനിക്കട്ടെ, എനിക്ക് നല്ല ഉറപ്പുണ്ട് നിൻ്റെ കുഞ്ഞ് തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് DNA ടെസ്റ്റ് ചെയ്യാം, എന്നിട്ട് നീ എന്നെ ക്രൂശിച്ചാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഇതെല്ലാം കാണുമ്പോൾ മുത്തശ്ശനും ആകെ സങ്കടവും ഒക്കെ തോന്നുകയാണ് നവ്യയോട്. അങ്ങനെ പിന്നീട് അഭിയോട് പറയുന്നുണ്ട്, എടാ ഇനി അവൾ അങ്ങനെ പറഞ്ഞതല്ലേ, നീ ഒന്ന് സമാധാനപ്പെടും, നവ്യയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാന്ന് നവ്യയുടെ ഭാഗം കണ്ടാൽ മനസ്സിലാകും. നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ട് ഓരോന്ന് വരുത്തി വെക്കണ്ട, നമ്മുടെ കുടുംബത്തിൻ്റെ വാരിസാണ്, അത് നീ മറക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയ്ക്ക് സപ്പോർട്ട് പിടിച്ച് ഓരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നയനെ വിളിച്ച് അമ്മയോടൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ ചേച്ചി പ്രഗ്നൻ്റ് ആണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ തിരികെ വീട്ടിലേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അനിയുടെ കല്യാണ നിശ്ചയമൊക്കെ ഉള്ള ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത്.
അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യനെ എങ്ങനെയെങ്കിലും ഇവിടെ നിറക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ നമ്മുടെ അഭി വന്നിട്ട് റൂമിൽ നിന്ന് വെളിയിൽ പോയിക്കോണം, ഇനി ഇവിടെ കിടക്കാൻ നിനക്ക് നീ അർഹയല്ല, മറ്റൊരുത്തിൻ്റെ കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് നീ ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും നവ്യ നല്ല തൻ്റെ അടുത്തോടു കൂടി നിന്ന് തന്നെ അഭിയോട് പറഞ്ഞു, അത് പറയാൻ നീ ആരാ, ഇവിടെ ഞാൻ തന്നെ താമസിക്കും, ഇത് എൻ്റെ റൂമാണ്, മുത്തശ്ശൻ എനിക്ക് നൽകിയ റൂമാണ്, ഞാനും നിൻ്റെ കുഞ്ഞും ഇവിടെ തന്നെ താമസിക്കുകയുള്ളൂ, നിനക്ക് വേണമെങ്കിൽ ഇറങ്ങി പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു തലേണയും അതുപോലെ തന്നെ ഒരു ബെഡ്ഷീറ്റും കൂടെ എടുത്ത് അഭിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അഭിനെ ഇറക്കി വിടുകയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് വീണ്ടും പരാജിതനാകുകയാണ് കേട്ടോ നമ്മുടെ അഭി. പിന്നെ ജലജ പറഞ്ഞ വാക്കുകളുണ്ട്, സമാധാനപരമായിട്ട് കരുക്കൾ മുൻപോട്ട് വെച്ചാലേ നമുക്ക് വിജയിക്കാനാവൂ, അതുകൊണ്ട് ഒന്ന് പ്രതീക്ഷത്തിൽ ആരുടെയും മുൻപിൽ വഴക്കുണ്ടാക്കാൻ ഒന്നും നിൽക്കണ്ട നീ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ ഒരു കാര്യത്തിന്മേൽ മാത്രം നമ്മുടെ അഭി വലിച്ചെറിഞ്ഞ തലേണയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റും ഒക്കെ ആയിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് നവ്യ ഡോറൊക്കെ അടിച്ചിട്ട് അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കണ്ണാടിയിൽ പോയി വയറ്റത്തൊക്കെ ഇങ്ങനെ തൊടുന്നൊക്കെ ഉണ്ട്. അങ്ങനെ യഥാർത്ഥത്തിലുള്ള ഒരു മാതൃത്വം അനുഭവപ്പെടുന്ന നവ്യ ഒരു വികാരഭരിതയാകുന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇത്രയും നാൾ ഞാൻ കള്ളം പറഞ്ഞു, പക്ഷെ ഇപ്പോൾ എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്, പക്ഷെ ആ കുഞ്ഞ് തൻ്റെതല്ലെന്ന് പറഞ്ഞ അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. എന്തായാലും ഇത്രയും വലിയൊരു ഫ്രോഡിനെയാണല്ലോ ഞാൻ വിവാഹം കഴിച്ചത്, കാശിന് കാശും ഇല്ല എങ്കിലൊട്ട് ഫ്രോഡ് തരം മുഴുവനും കയ്യിലുണ്ട്, ഒരു 10 പൈസ എടുക്കണമെങ്കിൽ എത്ര പേരുടെ ബോധിപ്പിക്കണം, ഇതിലും വേറെ നല്ലൊരു ജീവിതം ലഭിക്കുന്നതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് സ്വന്തമായിട്ട് പഴിക്കുന്ന നവ്യനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് ഈ സംഭവ വികാസങ്ങളെല്ലാം കാണുമ്പോൾ നമ്മുടെ നയനയാണെങ്കിൽ ആദ്യയോട് പറയുന്നുണ്ട്, എൻ്റെ ചേച്ചിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് പറയുമ്പോൾ അതെനിക്ക് നന്നായിട്ട് അറിയാം, നമ്മുടെ നവ്യ കുറച്ച് ആഡംബരക്കാരിയും അതുപോലെ തന്നെ പണത്തിന്മേൽ ഇച്ചിരി ആശ കൂടുതലുള്ളതാണെങ്കിലും ഇങ്ങനെ ഒഴുക്കും കെട്ടവളായിട്ട് നടക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം, എങ്ങനെയെങ്കിലും അഭിയെ പറഞ്ഞ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം, താൻ സമാധാനപ്പെടുമെന്ന് പറയാണ് കേട്ടോ. ഈ ഒരു വാക്കുകൾ അതിൽ നിന്നും കേൾക്കുമ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാണ്. എന്തായാലും ആദ്യേട്ടനെ എന്നെ മനസ്സിലാക്കിയല്ലോ, എൻ്റെ ചേച്ചിയെ മനസ്സിലാക്കിയല്ലോ, എനിക്ക് അത് മതി, മറ്റാരെന്തൊക്കെ പറഞ്ഞാലും എനിക്കത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് നയനയ്ക്ക് അങ്ങനെ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കിനും നമ്മുടെ നയനയാണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ആദിയുടെ കാലിൽ വീണ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പെട്ടെന്ന് കാലിൽ ഇങ്ങനെ സ്പർശിക്കുന്ന ആ ഒരു ഇത് തൊടുമ്പത്തേനും പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ ആദ്യം ഞെട്ടി ഉണരാണ്. എന്താണോ താൻ ചെയ്യുന്നത്, കാലെ പിടിച്ച് വലിച്ച് നിലത്തിടാനാണ്? അല്ല ആദ്യേട്ടാ, നിങ്ങളെന്താ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞത്, നല്ലൊരു കാര്യം ചെയ്താൽ നിങ്ങളുടെ അനുഗ്രഹം വാങ്ങിച്ച അനുഗ്രഹമോ എന്തിന്, നീ എന്ത് ചെയ്യാൻ പോവാം, അത് പിന്നെ എന്തായാലും നവേശിയുടെ കാമുകനാന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരുത്തിനെ എനിക്ക് കണ്ടുപിടിക്കണം, അതിനെ നിങ്ങളുടെ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാണ് കേട്ടോ. അതിനായിരുന്നോ, അതിന് തൻ്റെ കൂടെ ഞാനും വരാമല്ലോ, എന്തായാലും ഇതെൻ്റെ അനിയനെയും കൂടെ ബാധിക്കുന്ന കാര്യമാണല്ലോ, നമുക്ക് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ആദ്യം നയനയ്ക്കൊപ്പം ശരിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ സത്യങ്ങളെല്ലാം, അതായത് അഭിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് എല്ലാവരും മനസ്സിലാക്കുകയാണ്. അങ്ങനെ അഭി പിന്നെയും ഒരു ചതിയനാണെന്ന് വീട്ടുകാരെല്ലാം മുദ്ര കുത്തുന്നതൊക്കെ ആയിട്ട് അങ്ങനെ ഒരു എപ്പിസോഡുകളൊക്കെ ആയിരിക്കും ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.